പരമ്പരാഗത യുദ്ധത്തിൽ ഉപയോഗിച്ചിരുന്നത് തോക്കുകളും ടാങ്കുകളും പോർ വിമാനങ്ങളുമാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിലും രണ്ടാം ലോക മഹായുദ്ധത്തിലും ഉപയോഗിച്ച ആയുധങ്ങളിൽ വലിയ വ്യത്യാസമുണ്ടായിരുന്നു. ഏകദേശം 40 വർഷത്തെ ഇടവേളയിൽ നടന്ന രണ്ട് യുദ്ധങ്ങളിലും ശ്രദ്ധേയമായത് ആയുധങ്ങളിലെ ശേഷിയിലെ വ്യത്യാസമാണ്. സാങ്കേതികവിദ്യയുടെ ഉപയോഗത്തെ തുടർന്ന് കൂടുതൽ കാര്യക്ഷമമായ മാരകശേഷി കൂടിയ ആയുധങ്ങളാണ് രണ്ടാം ലോക യുദ്ധത്തിൽ ലോകം കണ്ടത്. ആ യുദ്ധത്തിന് ശേഷം 80 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഈ കാലയളവിൽ സാങ്കേതികവിദ്യ മുമ്പെങ്ങുമില്ലാത്ത വിധം വളർന്നു. ചിന്തിക്കാൻ പോലുമാകാത്ത തരത്തിലുള്ള ആയുധങ്ങളും അവയുടെ പ്രവർത്തനവും അമ്പരപ്പിക്കുന്നതാണ്. പറക്കാനുള്ള മനുഷ്യന്റെ മോഹം വിമാനങ്ങളുടെ കണ്ടുപിടുത്തത്തിന് കാരണമായപ്പോൾ പറന്നു ചെന്ന് ആക്രമിക്കാമെന്ന ആശയം ചെന്നെത്തി നിൽക്കുന്നത് ഡ്രോണുകളിലാണ്. ദൃശ്യങ്ങൾ ഉയരത്തിൽ നിന്ന് പകർത്തുന്ന പറക്കുന്ന യന്ത്രങ്ങളായി തുടങ്ങി വിദൂരതയിലെ ലക്ഷ്യങ്ങളിൽ ആക്രമണം നടത്തുന്ന പോരാളിയായി പരിണമിച്ചിരിക്കുകയാണ് ഡ്രോൺ എന്ന യന്ത്രപക്ഷികൾ. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഏറെ ഡ്രോണുകൾ ഉപയോഗിക്കപ്പെട്ടു. കഴിഞ്ഞ വർഷം ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉൾപ്പെടെ നിർണായക പോരാട്ടം ഡ്രോണുകളെ ഉപയോഗിച്ചായിരുന്നു. ഇപ്പോൾ നടക്കുന്ന ഇറാൻ യുദ്ധത്തിൽ ഡ്രോണുകളാണ് ഇറാന്റെ പ്രധാന ആയുധം എന്ന് പറയാം. അതാകട്ടെ അമേരിക്കൻ പ്രതിരോധ മിസൈലുകളുമായി തട്ടിച്ചു നോക്കിയാൽ താരതമ്യേന ചെലവ് കുറഞ്ഞവയും. ആധുനിക യുദ്ധത്തിൽ ഡ്രോണുകളാണ് കാലാൾപ്പടയുടെ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത്. അവ ചെയ്യുന്നത് കരസേനയുടെയല്ല, വായുസേനയുടെ ജോലിയാണ് എന്ന് മാത്രം. ഡ്രോണുകളുടെ പ്രാധാന്യം മനസ്സിലാക്കി അവയെ മികച്ച പോരാളികളാക്കി വികസിപ്പിക്കുകയാണ് ഇന്ത്യ. കണ്ണടച്ച് തുറക്കും മുൻപേ പ്രഹരം നടത്താൻ ശേഷിയുള്ള സൂപ്പർസോണിക് ഡ്രോണുകളാണ് ഇന്ത്യയുടെ പുതിയ കളിപ്പാട്ടങ്ങളാകുന്നത്. ശത്രു രാജ്യങ്ങളുടെ അത്യാധുനിക വ്യോമ പ്രതിരോധ കവചങ്ങളെ പോലും വെല്ലുവിളിക്കാൻ ശേഷിയുള്ള സൂപ്പർസോണിക് ലോയിറ്ററിംഗ് മ്യൂണിഷനുകൾ ഇന്ത്യ വികസിപ്പിക്കുന്നു. പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതാണ്. നിലവിലുള്ള ഡ്രോണുകൾക്ക് വേഗക്കുറവുണ്ട്. അത് പരിഹരിക്കാനും യുദ്ധക്കളത്തിൽ ആധിപത്യം ഉറപ്പിക്കാനുമാണ് ഈ ഒരു നീക്കം. IIT മദ്രാസ് പോലുള്ള പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് റാംജെറ്റ്, സ്ക്രാംജെറ്റ്, പ്രൊപ്പൽഷൻ സാങ്കേതിക വിദ്യകളാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. വായു വലിച്ചെടുത്ത് പ്രൊപ്പൽഷൻ നടത്തുന്നവയാണ് റാംജെറ്റ്, സ്ക്രാംജെറ്റ് സാങ്കേതിക വിദ്യകൾ. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ അഥവാ DRDOയും ISROയും ചേർന്നാണ് ഹൈപ്പർസോണിക് ക്രൂസ് മിസൈലുകൾക്കും പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനങ്ങൾക്കുമായി റാംജെറ്റ്, സ്ക്രാംജെറ്റ് സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നത്. ഈ വർഷം ആദ്യം ഒരു സ്ക്രാംജെറ്റ് കമ്പസ്റ്റർ 12 മിനിറ്റ് ദൈർഘ്യമുള്ള ഗ്രൗണ്ട് ടെസ്റ്റ് വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു. ആ പരീക്ഷണത്തിൽ ഏറ്റവും ശ്രദ്ധേയമായത് മാക് 5 എന്ന വേഗത കൈവരിച്ചു എന്നതാണ്. മാക് 5 എന്നാൽ ശബ്ദത്തിന്റെ 5 ഇരട്ടി വേഗത. ആ വേഗമാണ് പുതിയ ഡ്രോണുകൾക്ക് നൽകാൻ ഇന്ത്യ പദ്ധതിയിടുന്നത്. ആ വേഗമാണ് അതിനെ ഹൈപ്പർസോണിക് ആക്കുന്നതും. അന്തരീക്ഷത്തിലെ ഓക്സിജൻ തന്നെ ഇന്ധനമായി ഉപയോഗിക്കുന്നതിനാൽ ഹൈപ്പർസോണിക് ഡ്രോണുകൾക്ക് ഭാരം കുറവായിരിക്കും. കൂടുതൽ പ്രഹരശേഷി കൈവരിക്കാനും സാധിക്കുന്നു. സാധാരണ കമിക്കാസെ ഡ്രോണുകളാണ് പൊതുവെ യുദ്ധങ്ങളിൽ ഉപയോഗിക്കുന്നത്. ലക്ഷ്യത്തിൽ വീണ് പൊട്ടിത്തെറിക്കുന്ന ചാവേർ ഡ്രോണുകളെയാണ് കമിക്കാസെ ഡ്രോണുകൾ എന്ന് വിളിക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ശത്രു ലക്ഷ്യങ്ങളിലേക്ക് വിമാനം ഇടിച്ചു കയറ്റുന്ന ജാപ്പനീസ് പൈലറ്റുകളെയാണ് കമിക്കാസെ എന്ന് വിളിച്ചിരുന്നത്. അതേ ദൗത്യമാണ് കമിക്കാസെ ഡ്രോണുകൾക്കും. ആളില്ലാ വിമാനം പോലെ ആയതിനാൽ പൈലറ്റിന്റെ ജീവൻ നഷ്ടപ്പെടുകയുമില്ല. ഇന്ത്യ വികസിപ്പിക്കുന്ന ഇത്തരം കമിക്കാസെ ഡ്രോണുകളെ സൂപ്പർ ഡ്രോണുകളാക്കുന്ന പദ്ധതിക്ക് ശേഷനാഗ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. ശേഷനാഗ് ആകാശത്ത് വട്ടമിട്ട് പറന്ന് നിരീക്ഷണം നടത്താനുള്ള കഴിവിനെയാണ് ലോയിറ്ററിംഗ് ക്യാപ്പബിലിറ്റി എന്ന് പറയുന്നത്. ആ കഴിവിനൊപ്പം ഒരു മിസൈലിനെ പോലെ അതിവേഗത്തിൽ ലക്ഷ്യസ്ഥാനത്ത് പതിക്കാനുള്ള കഴിവ് അഥവാ ടെർമിനൽ വെലോസിറ്റിയെയും കൂട്ടിയിണക്കിയ ഹൈബ്രിഡ് ആയുധ സംവിധാനമാണ് സൂപ്പർസോണിക് ഡ്രോണുകൾ. സാധാരണ കമിക്കാസെ ഡ്രോണുകൾ ശബ്ദത്തേക്കാൾ കുറഞ്ഞ വേഗതയിൽ സഞ്ചരിക്കുന്നതിനാൽ റഡാറുകൾക്ക് അവയെ എളുപ്പത്തിൽ കണ്ടെത്താനും തകർക്കാനും സാധിക്കും. എന്നാൽ ശബ്ദത്തേക്കാൾ എത്രയോ മടങ്ങ് വേഗത്തിൽ, അതായത് ശബ്ദത്തിന്റെ 5 ഇരട്ടി വേഗത്തിൽ വരുന്ന സൂപ്പർസോണിക് ആയുധങ്ങളെ തടയാൻ ശത്രുക്കളുടെ ആന്റി ഡ്രോൺ സംവിധാനങ്ങൾക്കോ ജാമിംഗ് ഉപകരണങ്ങൾക്കോ സമയം ലഭിക്കില്ല. നിമിഷങ്ങൾക്കുള്ളിൽ ലക്ഷ്യസ്ഥാനത്തെത്തുന്ന ഇത്തരം ആയുധങ്ങൾ ശത്രുക്കൾക്ക് പ്രതികരിക്കാനുള്ള സമയം പോലും നൽകില്ല. അതിനാൽ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് പ്രതിരോധിക്കാൻ കഴിയുന്ന വിലയേറിയ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഇവയ്ക്കെതിരെ പ്രയോഗിക്കേണ്ടി വരും. അത് വലിയ സാമ്പത്തിക ബാധ്യത എതിരാളികൾക്ക് ഉണ്ടാക്കുകയും ചെയ്യും. ഇന്ത്യയുടെ ഈ തദ്ദേശീയ പരീക്ഷണം പ്രതിരോധ മേഖലയിലെ സ്വയം പര്യാപ്തത ഉറപ്പാക്കുന്നുണ്ട്. ഒപ്പം പ്രാദേശിക ശക്തി സന്തുലിതാവസ്ഥയിൽ ഇന്ത്യക്ക് വലിയ മേൽക്കോയ്മയും നൽകും. നേരത്തെ ആർട്ടിലറി ഷെല്ലുകളിൽ റാംജെറ്റ് എഞ്ചിൻ ഘടിപ്പിച്ച്
അവയുടെ ആക്രമണ പരിധി ദീർഘിപ്പിക്കാനുള്ള ഗവേഷണം നടന്നത് IIT മദ്രാസുമായി ചേർന്നായിരുന്നു. ഇങ്ങനെ വികസിപ്പിച്ച ആർട്ടിലറി ഷെല്ലുകളെ 50% അധികം ദൂരേക്ക് പായിക്കാൻ സാധിക്കും. 2030 ആകുമ്പോഴേക്കും പുതിയ ആർട്ടിലറി ഷെല്ലുകൾ സേനയുടെ ഭാഗമാകും. ഈ മേഖലയിലുള്ള IIT മദ്രാസിന്റെ അനുഭവ പരിചയം ഡ്രോണുകളുടെ കാര്യത്തിലും പ്രയോജനപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലോയിറ്ററിംഗ് മ്യൂണിഷനുകൾ അഥവാ ആകാശത്ത് വട്ടമിട്ട് പറന്ന് നിരീക്ഷണം നടത്തി ലക്ഷ്യസ്ഥാനത്ത് ആക്രമണം നടത്തുന്ന ആക്രമണങ്ങൾ വ്യാപകമാകുന്ന പുതിയ യുദ്ധമുറകളിൽ ഒരു പടി മുന്നിൽ നിൽക്കാനാണ് ഇന്ത്യയുടെ ശ്രമം. എന്നാൽ ഇതിന് ചില പരിമിതികൾ മറികടക്കേണ്ടതുണ്ട്. ഉയർന്ന വേഗത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ഇവയ്ക്ക് വായുവുമായുള്ള ഘർഷണത്തെ തുടർന്നുണ്ടാകുന്ന താപത്തെ അതിജീവിക്കാൻ കഴിയുന്ന പുറം കവചം ഒരുക്കണം. ഇത്രയും വേഗത്തിൽ സഞ്ചരിക്കുമ്പോഴും ലക്ഷ്യത്തിന് മുകളിൽ വട്ടമിട്ട് പറന്ന് ആക്രമണം നടത്തുന്ന സാധാരണ ലോയിറ്ററിംഗ് ശേഷി നിലനിർത്താനാകണം. മാത്രമല്ല, ഭാരം വഹിക്കാനുള്ള ശേഷി വർദ്ധിപ്പിക്കണം. ഇത്രയും വേഗത്തിൽ സഞ്ചരിക്കുന്നതിനാൽ അവയെ നിരീക്ഷണത്തിനായി വിനിയോഗിക്കാനാകില്ല. ഈ പരിമിതികളെല്ലാം മറികടന്ന് വേണം സൂപ്പർ ഡ്രോണുകളെ വികസിപ്പിച്ചെടുക്കേണ്ടത്. വില കുറഞ്ഞതും വേഗതയേറിയതും വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്നതുമായ ഡ്രോണുകൾ പരമ്പരാഗത വ്യോമ പ്രതിരോധത്തെ മറികടക്കുന്നുണ്ട് എന്ന തിരിച്ചറിവ് കമികാസെ ഡ്രോണുകൾ വികസിപ്പിക്കുന്നതിന് കാരണമായി. ആഗോളതലത്തിൽ ഭാവിയിലെ യുദ്ധക്കളങ്ങൾക്ക് ചടുലമായ കൗണ്ടർ ഡ്രോൺ സംവിധാനങ്ങൾ അത്യാവശ്യമാണ് എന്നും ഇന്ത്യ മനസ്സിലാക്കി. ഇന്ത്യ അതിവേഗ ഇന്റർസെപ്റ്റർ ഡ്രോണുകളുടെ വികസനവും ത്വരിതപ്പെടുത്തിയിട്ടുണ്ട്. ശത്രുവിന്റെ ഡ്രോണുകൾ ലക്ഷ്യത്തിലെത്തുന്നതിന് മുൻപ് അവയെ നശിപ്പിക്കാനാണ് പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഹൈസ്പീഡ് ഇന്റർസെപ്റ്റർ ഡ്രോണുകൾ വികസിപ്പിക്കുന്നത്. വില കുറഞ്ഞതും ഡ്രോണുകളെ നേരിടുമ്പോൾ വ്യോമ പ്രതിരോധത്തിന് ഇനി പരമ്പരാഗത മിസൈൽ, തോക്ക് പോലുള്ള സംവിധാനങ്ങളെ മാത്രം ആശ്രയിക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവ് ഇന്ത്യക്കുണ്ടായിട്ടുണ്ട്. ചെറിയ രഹസ്യാന്വേഷണ ഹെക്സോകോപ്റ്ററുകൾ മുതൽ ഷാഹെദ് 136 സമാനമായ വേഗത്തിൽ നീങ്ങുന്ന യുദ്ധോപകരണങ്ങൾ വരെ ഇന്ത്യക്കുൾപ്പെടെ ഭീഷണിയാണ്. ഇന്റർസെപ്റ്റർ ഡ്രോണുകളുടെ രൂപകൽപ്പന ത്വരിതപ്പെടുത്തുന്നതിനായി സൈന്യം ആഭ്യന്തര വികസന സംഘങ്ങളെയും സ്വകാര്യ മേഖലാ പങ്കാളികളെയും സജീവമാക്കിയിട്ടുണ്ട്. ലക്ഷ്യം ചെറിയ ഡ്രോണുകൾക്കുള്ള ഹ്രസ്വദൂര ദ്രുത പ്രതികരണ ഇന്റർസെപ്റ്ററുകൾ, വലുതോ വേഗതയേറിയതോ ആയ വെടിയുണ്ടകളെ പിന്തുടരാൻ കഴിവുള്ള ഉയർന്ന വേഗതയുള്ള വകഭേദങ്ങൾ എന്നിവയ്ക്കായി ഒപ്റ്റിമൈസ് ചെയ്ത ഇന്റർസെപ്റ്ററുകളുടെ ഒരു കുടുംബമാണ്. പരമ്പരാഗത വ്യോമ പ്രതിരോധ ആയുധങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്റർസെപ്റ്റർ ഡ്രോണുകളുടെ അതേ പാതയിലാണ് സഞ്ചരിക്കുന്നതും പ്രവർത്തിക്കുന്നതും. ഇത്തരത്തിൽ സാമ്പത്തികമായി സുസ്ഥിരവും തന്ത്രപരമായി പ്രതികരിക്കുന്നതുമായ ഒരു പ്രതിരോധ പാളി സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം. ഉയർന്ന നിലവാരമുള്ള മിസൈലുകൾ ഫലപ്രദമാണ്, പക്ഷേ വില കുറഞ്ഞ ആളില്ലാ സംവിധാനങ്ങൾക്കെതിരെ ഉപയോഗിക്കുമ്പോൾ ചിലവേറിയതാണ്. ഇന്റർസെപ്റ്റർ ഡ്രോണുകൾ കൂടുതൽ ആനുപാതികമായ പ്രതികരണം വാഗ്ദാനം ചെയ്യുന്നു. പ്രതിരോധ കവറേജ് നിലനിർത്തിക്കൊണ്ട് വിലയേറിയ ആസ്തികൾ സംരക്ഷിക്കുന്നു. ഇന്റർസെപ്റ്റർ ഡ്രോണുകൾക്ക് 800 കിലോമീറ്റർ ദൂരപരിധിയുള്ള ബ്രഹ്മോസ് മിസൈലുകളും ഇന്ത്യ വികസിപ്പിക്കുകയാണ്. പശ്ചിമേഷ്യയിലെ സമീപകാല സംഘർഷങ്ങളിൽ നിന്നും ആധുനിക യുദ്ധ ആവശ്യങ്ങളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടാണ് ഇന്ത്യ ദീർഘദൂര ആക്രമണശേഷി ഗണ്യമായി വർദ്ധിപ്പിക്കുന്നത്. ഈ നീക്കങ്ങൾക്കിടെ ഇന്ത്യയുടെ സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നതിനായി 2.38 ലക്ഷം കോടി രൂപയുടെ പ്രതിരോധ സംഭരണ പദ്ധതികൾക്കും കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയിട്ടുണ്ട്. രാജ്യത്തിന്റെ സൈനിക ശേഷിയും പ്രഹരശേഷിയും വർദ്ധിപ്പിക്കുന്നതിനുള്ള വലിയ നീക്കത്തിന്റെ ഭാഗമായി ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ അഥവാ DAC ആണ് 2.38 ലക്ഷം കോടി രൂപയുടെ സംഭരണ നിർദ്ദേശങ്ങൾക്ക് അംഗീകാരം നൽകിയത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ യോഗം കരസേന, വ്യോമസേന, കോസ്റ്റ് ഗാർഡ് എന്നിവയ്ക്കായി അത്യാധുനിക ആയുധങ്ങളും സംവിധാനങ്ങളും വാങ്ങാൻ അനുമതി നൽകി. ഇതിൽ S-400 മിസൈൽ സംവിധാനങ്ങൾ, ഇടത്തരം ഗതാഗത വിമാനങ്ങൾ, ആക്രമണ ഡ്രോണുകൾ, ആധുനിക പീരങ്കികൾ എന്നിവ ഉൾപ്പെടുന്നു. ഈ സാമ്പത്തിക വർഷം പ്രതിരോധ കരാറുകളിൽ രാജ്യം റെക്കോർഡ് നേട്ടം കൈവരിച്ചതായാണ് റിപ്പോർട്ടുകൾ. അതിർത്തിയിലെ വെല്ലുവിളികൾ നേരിടുന്നതിനും സൈന്യത്തെ പൂർണ്ണമായി ആധുനികവൽക്കരിക്കുന്നതിനും ഈ നടപടി നിർണായകമാകും. തത്സമയ വ്യോമ പ്രതിരോധ നിയന്ത്രണത്തിനും നിരീക്ഷണത്തിനുമായി എയർ ഡിഫൻസ് ട്രാക്ക്ഡ് സിസ്റ്റം, സുരക്ഷിതവും വിശ്വസനീയവുമായ ആശയവിനിമയം ഉറപ്പാക്കാൻ ഹൈ കപ്പാസിറ്റി റേഡിയോ റിലേ, ദീർഘദൂര പീരങ്കി ആക്രമണശേഷിയും കൃത്യതയും വർദ്ധിപ്പിക്കാൻ ധനുഷ് ഗൺ സിസ്റ്റം തുടങ്ങിയവയാണ് കരസേനയ്ക്ക് ലഭിക്കുക. കൂടാതെ ടാങ്കുകൾക്കുൾപ്പെടെയുള്ള കവചിത വാഹനങ്ങളെ ആക്രമിക്കാനുള്ള ആർമർഡ് പിയേഴ്സിംഗ് ടാങ്ക് വെടിക്കോപ്പുകൾക്കും റൺവേ ആവശ്യമില്ലാത്ത ഏരിയൽ സർവൈലൻസ് സിസ്റ്റത്തിനും അനുമതി നൽകിയിട്ടുണ്ട്. മീഡിയം ട്രാൻസ്പോർട്ട് വിമാനങ്ങൾ, S-400 മിസൈൽ സംവിധാനം, റിമോട്ട് നിയന്ത്രിത സ്ട്രൈക്ക് എയർക്രാഫ്റ്റ്, സുഖോയ് 30 എഞ്ചിനുകൾ എന്നിവയാണ് വ്യോമസേനയ്ക്ക് ലഭിക്കുക. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിനായി ഹെവി ഡ്യൂട്ടി എയർ കുഷൻ വെഹിക്കിളുകളും നൽകും.
2025-26 സാമ്പത്തിക വർഷത്തിൽ ഇതുവരെ 6.73 ലക്ഷം കോടി രൂപയുടെ 55 നിർദ്ദേശങ്ങൾക്ക് അനുമതി നൽകി. കൂടാതെ ഈ സാമ്പത്തിക വർഷം 2.28 ലക്ഷം കോടി രൂപയുടെ 503 കരാറുകളിൽ ഒപ്പിട്ടു. ഇതൊരു വർഷത്തെ ഏറ്റവും ഉയർന്ന കണക്കാണ്. സുരക്ഷാ വെല്ലുവിളികൾക്കിടയിൽ സായുധ സേനയെ ആധുനികവൽക്കരിക്കാനും തദ്ദേശീയമായി പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്താനുമുള്ള സർക്കാരിന്റെ നീക്കത്തിന്റെ ഭാഗമായാണ് ഈ പുതിയ പദ്ധതികളെല്ലാം.